നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. വണ്ടൂർ മരക്കുലം കുന്നിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കായിക, വഖഫ്, ഹജ്ജ്, റെയിൽവേ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഭക്ഷണശീലം പോലുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണെന്നാണ് ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ എന്തായാലും ഈ രോഗം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ മോശമാണ്. മണിക്കൂറുകളോളം ഡയാലിസിന് വേണ്ടി കാത്തു നിൽക്കുന്ന സാധാരണക്കാരായ രോഗികൾ, അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ തന്നെ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഞങ്ങൾ തുടങ്ങിയ 3 സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഏകദേശം 50ഓളം പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ് ഡയാലിസിസ് ചെയ്യാൻ. വലിയ ആശുപത്രികളിൽ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. ഇവിടെ 1500-2000 രൂപ വരെയൊക്കെ ഒരു ഡയാലിസിന് കൊടുക്കണം. മറ്റ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ബ്ലഡ്, മറ്റ് മരുന്നുകളൊക്കെ വേറെയും പണം കൊടുക്കും. വളരെ ചെലവേറിയ ഒരു ചികിത്സയാണ്. അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഗുണകരമാണ്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഡയാലിസിസ് രോഗി ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവർക്ക് അത്രയും വീടിൻ്റെ ചെലവുകൾ വർദ്ധിക്കുകയും പിന്നെ താങ്ങാനാവാത്ത കടത്തിലേക്ക് എത്തിപ്പെടുന്നൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ജീവകാരുണ്യ മേഖലയിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് വഫ. വൃക്കരോഗബാധിതരുടെ ക്രമാതീതമായ വർധനവും മതിയായ ചികിത്സയുടെ അഭാവവും ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വണ്ടൂരിൽ ഒരു സൌജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുവാൻ വഫയുടെ സാരഥികൾ മുന്നോട്ട് വന്നത്. വഫ ട്രസ്റ്റ് അംഗം കൂടിയായ പ്രവാസി മുഹമ്മദ് ഷാഫി മരക്കുലം കുന്നിലെ ഇന്ത്യൻ ഗ്യാസ് സംഭരണശാലയ്ക്ക് സമീപം സൌജന്യമായി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. തണൽ ഗ്രൂപ്പ് 4 ഡയാലിസിസ് യന്ത്രങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ എ പി അനിൽകുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് കേന്ദ്രം നിർമ്മാണ ഫണ്ടിലേക്ക് വി അബൂബക്കർ, കെ വി രവി, അബ്ദുൽ മജീദ്, ടി ഹംസ എന്നിവർ നൽകിയ സംഭാവനകൾ എംഎൽഎ സ്വീകരിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ, പഞ്ചായത്ത് അംഗം പി തുളസി, വഫ ചെയർമാൻ പി അബ്ദുറഹ്മാൻ, ജനറൽ കൺവീനർ ഹാരിസ് നീലാമ്പ്ര, അനിൽ നിറവിൽ, മുരളി കാപ്പിൽ, CTP ഉണ്ണിമൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശേഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, വണ്ടൂർ.